ഇന്നത്തെ പരിപാടി ദേ ഈ മൊബൈൽ കേസിന് ഒരു മേക്ക് ഓവർ കൊടുക്കാനാണ്. അപ്പം ഇത് വീട്ടിലിരുന്നൊരു പഴയ ഫോൺ കേസാണേ. അപ്പോൾ ഇതിൽ മേക്ക് ഓവർ കൊടുക്കാനായിട്ട് ഞാൻ വൈറ്റ്, റെഡ്, ഓറഞ്ച്, ബ്രൗൺ കളേഴ്സൊക്കെ എടുത്തു. ഇനി നമുക്ക് ആദ്യം ബേസ് കോട്ടായിട്ട് വൈറ്റ് അടിച്ചു കൊടുക്കാം. പെയിൻറ്റിങ് ബ്രഷിനേക്കാളും നല്ലത് സ്പോഞ്ച് യൂസ് ചെയ്യുന്നതാണേ. അങ്ങനെ നമുക്ക് ബേസ് കോട്ട് വൈറ്റ് അടിച്ച് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. സ്പോഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബ്രഷിൻ്റെ ടിപ്പ് കൊണ്ടൊന്ന് പ്രസ്സും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അത് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിൽ പെയിൻ്റ് അടിക്കേണ്ട ഭാഗങ്ങളൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഞാനിത് 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഔട്ട്ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പിങ്കും യെല്ലോയും ബ്രൗണും ആണ് അടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ആദ്യമേ നമ്മൾ ആ ഒരു റൗണ്ട് പോർഷനിൽ നമ്മൾ പിങ്ക് അടിച്ചു കൊടുത്തു. അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ബ്രൗണൂടെ ഒന്ന് അടിച്ചു. ഇനി നമുക്ക് യെല്ലോ കൊണ്ട് ആ അപ്പർ പാർട്ടൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഒരു ഫോൺ കേസിന് ഒരു ക്ലാസി ഫിനിഷറിലെ ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എസ്തെറ്റിക് ലുക്കിനെ കുറച്ചുകൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അതിലൊരു ഫ്ലവർ വരച്ചു കൊടുക്കാം. ചുമ്മാ വലിയ പ്രൊഫഷണലിസം ഇല്ലാതെ ചുമ്മാ ഒരു തട്ടിക്കൂട്ടൊരു ഫ്ലവറായിട്ട് നമ്മളത് ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഔട്ട്ലൈൻ ചെയ്ത് വരച്ച ഈ ഒരു പടം നമുക്കൊന്ന് മാർക്കർ കൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ഫോൺ കേസിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫോൺ കേസിന് ഇതുപോലൊരു ഗ്ലേസിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് കൂടെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ മേക്ക് ഓവർ?